ജയിലിൽ വേതനം 650 രൂപയാക്കി എന്ന് കേട്ടപ്പോൾ മുതൽ ജയിലിൽ പോവാൻ വേണ്ടി ആശിച്ചു മോഹിച്ച് കൊതിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് ജയിലിലൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി തന്നെ ഏറ്റവും വലിയൊരു ജയിലാണ് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. അതാണ് പ്രസന്റ് പ്ലാനറ്റ് തിയറി. നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന എന്താണ്, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു വിദ്യാലയമാണ്, അല്ലെങ്കിൽ നമുക്ക് അറിവ് നേടാൻ സഹായിക്കുന്ന സ്ഥലമാണ്, അങ്ങനെയൊക്കെ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടൊക്കെ ചില ആളുകളൊക്കെ പറയുന്നേക്കാം. എന്നാൽ ഈ തിയറി പറയുന്ന അനുസരിച്ച് നമ്മുടെ സോളുകളെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ജയിൽ മാത്രമാണ് നമ്മുടെ ഈ ഭൂമി. എന്തേ പറയുന്നേ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടല്ലോ, ബേസിക് ആയിട്ട് നമ്മുടെ ഈ ജീവിതം എങ്ങനെയാണ്? എല്ലാവർക്കും തന്നെ കുറച്ചേറെ ദുഃഖവും ദുരിതവും ഒക്കെയാണ്. പക്ഷെ കുറേ ആളുകൾ ചിന്തിക്കും അവർ ഭയങ്കര എക്സ്ട്രീം പോവർട്ടി, ദുരിതം, വേദന, പെയിനിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഈ ഭൂമിയിൽ ഈ കാര്യങ്ങളൊക്കെ, ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാകുന്നത് ആക്സിഡൻ്റൽ ആയിട്ട് ഉണ്ടാകുന്നതല്ല, അത് ഡെലിബറേറ്റ്ലി ചില ആളുകൾ ചെയ്ത് വെക്കുന്നതിൻ്റെ റിസൾട്ട് ആണെന്നാണ് ഈ തിയറി പറഞ്ഞു വെക്കുന്നത്. ദിസ് ഇസ് ട്രൂ. ഇത് പറയുന്ന അനുസരിച്ച് ഹയർ ഡൈമെൻഷണൽ ആയിട്ടുള്ള ബീയിങ്സിന്, അതായത് മേ ബി ഏലിയൻസോ അല്ലെങ്കിൽ ഒരു ക്രീച്ചേഴ്സോ എന്തോ ഒരു സാധനം, അതായത് നമ്മുടെ ഈ ലോകത്തിന്, നമ്മൾ ഈ ലോകം എന്ന് പറയുന്ന സാധനത്തിന് പുറത്തുള്ള അവർക്ക് വേണ്ട എനർജി ഉണ്ട്. അത് നമ്മുടെ സഫറിങ്, പെയിൻ, ആങ്കർ, ഗിൽറ്റ്, ട്രോമ തുടങ്ങിയ കാര്യങ്ങളിലൂടെയൊക്കെയാണ് അവർക്ക് വേണ്ട ആ എനർജി ഉണ്ടാക്കുന്നത്. ഒരു നെഗറ്റീവ് എനർജിയാണ് അവർക്ക് വേണ്ടത്. ആ എനർജിയിലൂടെയാണ് അവർ അവിടെ പ്രവർത്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മനുഷ്യരുടെ സോളിനെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ പ്രസന്റ് ആയിട്ടുള്ള ഈ എർത്ത്. ഈ പറയുന്ന ഈ നെഗറ്റീവ് എനർജിയെ ലൂഷൻ എന്നാണ് പറയണത്. ആ എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭൂമി കിടന്ന് ദുരിതം മുഴുവൻ അനുഭവിച്ച് വേദനിച്ച് നരകിക്കുന്നത്. നമ്മളെ ഇത്തരത്തിൽ കൺട്രോൾ ചെയ്യുന്നതെന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീഡിയ, കൾച്ചർ, പൊളിറ്റിക്സ്, റിലീജിയൻ തുടങ്ങിയ കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മളെ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാൻ പറ്റാത്ത പോലെ ഇവരിങ്ങനെ ട്രാപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ലോകത്ത് എപ്പോഴും ഒരു പ്രശ്നമായിരിക്കും, എല്ലാ കാലത്തും ഒരു പ്രശ്നമായിരിക്കും, വേദനയായിരിക്കും, ദുരിതമായിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു ലോക യുദ്ധം വരുന്നു, അതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കളയാവുന്നതല്ലേ. പോവർട്ടി ഉണ്ട്, അത് ബാക്കിയുള്ള ആളുകൾ വിചാരിച്ചാൽ ഈസി ആയിട്ട് പോകാവുന്നതല്ലേ. ഇല്ല, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ട എനർജി കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിരന്തരം ഒരു ജനത അല്ലെങ്കിൽ ഒരു ജനത ഇങ്ങനെ സഫറിങ്ങിൽ കഴിയുന്നതാണ് ഈ തിയറി പറഞ്ഞു വെക്കുന്നത്. കേട്ടിട്ടില്ലേ ചില ആളുകൾ പറയുന്നത്, ഈ മരണസമാനമായ സാഹചര്യങ്ങളുടെ കടന്നു പോയിട്ട് വരുമ്പോൾ ഒരു ലൈറ്റൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വളരെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ ലൈറ്റ് എന്ന് പറയുന്നതിനാണ് ഇതിനകത്ത് മെയിൻ ട്രാപ്പ്. അത് അവിടെ വെച്ച് നമ്മുടെ കോൺഷ്യസിനെ മറച്ചിട്ട് നമ്മളെ വീണ്ടും ഭൂമിയിലേക്ക് വേറൊരു ജന്മമാക്കി വിടുകയാണെന്നാണ് ഈ തിയറി പറഞ്ഞു വെക്കുന്നത്. അതനുസരിച്ച് നമ്മൾ വീണ്ടും ഈ ഭൂമിയിൽ ദുരിതത്തിൽ കിടന്ന് ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഓർമ്മകളൊക്കെ ഈ റീബർത്തിൽ, പഴയ ജന്മത്തിലെ ഓർമ്മകളൊക്കെ മറന്നു പോകും. അങ്ങനെ നമ്മുടെ വേദനകളിൽ നിന്നാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എങ്ങനെ നമുക്ക് ഈ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാം. അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഡിറ്റാച്ച് ഫ്രം ദ ഫിയർ. നമ്മുടെ ഭയങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. കുറച്ച് അവെയർനെസ്, നമുക്ക് ഭയങ്കര സെൽഫ് അവെയർ ആയിരിക്കുന്നത് നമ്മളെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. നമ്മൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളായി മാറുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഈ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആത്മാക്കളെ തടങ്കലിൽ വെച്ചിട്ടുള്ള ദുരിതമാകുന്ന ഈ ഭൂമിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ തെറ്റായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ തെറി പറയാം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.